ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. സ്വർണം കവർന്നതിലെ നഷ്ടം മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളിൽ നിന്നും ഈടാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ജിജീഷ് കരുണാകരൻ ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷ്മമായ നിരീക്ഷണം തന്നെയാണ് ബിജെപി തുടക്കം മുതൽ നടത്തിക്കൊണ്ടിരുന്നത്. ബിജെപി ഉന്നയിച്ച പല ആരോപണങ്ങളും പിന്നീട് ശരിവയ്ക്കുന്നതും നമ്മൾ കണ്ടതാണ്. നിരന്തരമായിട്ടുള്ള ബിജെപിയുടെ അത്തരത്തിലുള്ള ആവശ്യം ഒന്നായിരുന്നു കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം എന്നുള്ളത്. കാരണം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം അന്വേഷിച്ചാൽ അതിന്റെ സുതാര്യത ഒരു വലിയ സംശയ നിഴലിൽ തന്നെ നിൽക്കും. അതുകൊണ്ട് തന്നെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കുകയുണ്ടായി. ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അതോടൊപ്പം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സംഭവിച്ച നഷ്ടം മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ നിന്ന് ഈടാക്കണമെന്നുള്ള ഹർജിയും കൂടി ഹൈക്കോടതി പരിഗണിക്കുകയാണല്ലോ. എപ്പോഴായിരിക്കും ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഈ രണ്ട് ഹർജികളും പരിഗണിക്കുക? മറ്റ് വിശദാംശങ്ങൾ. രോഹിണി, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം കോടതി ഇന്ന് പരിഗണിക്കുന്നു. ഏറ്റവും നിർണായകമായ, കാരണം പല ഘട്ടങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമാണെങ്കിലും CBI അന്വേഷണമാണെങ്കിലും എല്ലാം തന്നെ അതെല്ലാം നടക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഒരു SIT എന്ന സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം എന്ന പേരിൽ ഒരു സംഘം രൂപീകരിച്ചു സർക്കാരിന് താല്പര്യമുള്ള വശങ്ങളിലേക്ക് മാത്രം അന്വേഷണം എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിരുന്നത് എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് ഈ കേസിൽ CBIയുടെ അന്വേഷണത്തിനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. CBI അന്വേഷണത്തിലൂടെ മാത്രമാണ് മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരികയുള്ളൂ. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരുടെ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെങ്കിൽ അതിൽ പ്രധാനമായും അന്വേഷണം നടത്തേണ്ടത് CBI പോലുള്ള അന്വേഷണ ഏജൻസിയാണ് എന്ന കാര്യമാണ്. മറ്റു ചില ആവശ്യങ്ങൾ, ശബരിമലയിൽ ഓഡിറ്റ് അടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയിരുന്നു. അക്കാര്യത്തിൽ കോടതി നേരത്തെ തന്നെ ഇടപെട്ടതാണ് എന്ന ഒരു പരാമർശം കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കോടതി പറയുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ആ ബെഞ്ച് ഒരിക്കൽ കൂടി ഇടക്കാല അവധിക്കാല ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നു. അതിൽ കോടതി പ്രധാനമായും എതിർകക്ഷികളുടെ വാദങ്ങൾ കൂടി, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ടതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും. CBI അന്വേഷണത്തെ കോടതി എത്രമാത്രം അനുകൂലിക്കുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാദങ്ങളെ അംഗീകരിക്കുന്നു എന്നതടക്കം ഏറ്റവും പ്രധാനവുമാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ, എതിർകക്ഷികൾ സംസ്ഥാന സർക്കാർ, CBI, CAG, കേന്ദ്ര സർക്കാർ തുടങ്ങിയവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഈ എതിർകക്ഷികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് മറുപടി അറിയിച്ചേക്കും. അതായത് CBIക്ക് എന്താണ് ഇക്കാര്യത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്നതിനോട് താല്പര്യമുണ്ടോ, CBIക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികളുണ്ടോ, അതിന് അനുമതി ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളുണ്ടോ എന്നീ കാര്യങ്ങൾ CBI വ്യക്തമാക്കും. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ എന്താണ് നിലപാട് എന്നത് അതും ഏറ്റവും പ്രധാനം തന്നെയാണ്. കാരണം SIT അന്വേഷണം തന്നെ മതി എന്നതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു അഭിപ്രായവും നിലപാടും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം നടത്തണമെങ്കിൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവിറങ്ങണം, അല്ലെങ്കിൽ കോടതി തന്നെ അക്കാര്യത്തിൽ നേരിട്ട് ഉത്തരവിറക്കിയാൽ മാത്രമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIക്ക് സംസ്ഥാനത്തെ ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത FIRകളുടെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു, CBI അന്വേഷണത്തിന് അനുകൂലമായ നിലപാടായിരിക്കുമോ കോടതിയിൽ ഇന്ന് സർക്കാർ വ്യക്തമാക്കുക എന്നത് അതിൽ ഏറ്റവും പ്രധാനമാണ്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ CBI അന്വേഷണത്തോട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിലപാട് അത് ഏറ്റവും പ്രധാനമാണ്. സമഗ്രമായ എല്ലാ വിവരങ്ങളും പുറത്തു വരുന്ന തരത്തിൽ CBI അന്വേഷണം എന്ന ആവശ്യം തന്നെയാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നതും രാജീവ് ചന്ദ്രശേഖർ കോടതിയിൽ ഉയർത്തിയിരിക്കുന്നതും.